2 തിമോത്തിക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിച്ചു കേൾക്കുന്നു. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. റോമ സാമ്രാജ്യത്തിൻ്റെ പീഡനങ്ങൾക്ക് ശേഷമാണ് വിശുദ്ധ അഗസ്തീനോസ് ജീവിച്ചതെങ്കിലും അദ്ദേഹം ക്രിസ്തുവുമായി അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് ആഴമായി ചിന്തിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. ദ സിറ്റി ഓഫ് ഗോഡ് എന്ന കൃതിയിലൂടെയാണ് അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് ആഴമായി എഴുതിയിരിക്കുന്നത്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ കാഴ്ചപ്പാടിൽ യഥാർത്ഥ ക്രിസ്ത്യൻ ദൈവത്തിൻ്റെ നഗരത്തിലെ പൗരനാണ്. അത് ലൗകിക നഗരവുമായി എപ്പോഴും പ്രതിസന്ധിയിലായിരിക്കും. അതിനാൽ പീഡനങ്ങൾ എന്നത് ക്രിസ്ത്യാനികളുടെ ആത്മീയ ജീവിതത്തിലെ സ്വാഭാവികമായ ഒരു ഘടകമാണെന്ന് അദ്ദേഹം ഈ ഒരു സിറ്റി ഓഫ് ഗോഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയുണ്ടാകുന്ന വേദനകളും പരീക്ഷണങ്ങളും വിശ്വാസത്തെ ശുദ്ധീകരിക്കുകയും സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യും. എവിടെയെല്ലാമാണ് ക്രിസ്തു വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നത്, അവിടെയൊക്കെ ക്രിസ്തു കൂടുതൽ അറിയപ്പെടും. അതുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മർത്യന്മാരെ ബന്ധിച്ചു, ജയിലിലാക്കി, അടിച്ചു, കത്തിച്ചു, കശാപ്പ് ചെയ്തു, എങ്കിലും അവർ വർദ്ധിച്ചു. അതിൻ്റെ ഏറ്റവും അടുത്ത ഒരു സൂചനയായിരുന്നു സിസ്റ്റർ വന്ദനയുടെയും സിസ്റ്റർ പ്രീതിയുടെയും ജീവിതത്തിൽ സംഭവിച്ചത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35-37 വാക്യത്തിൽ പ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയെല്ലാം നാം പൂർണ്ണമായി വിജയം കൈവരിക്കും. ഓർക്കുക, ദൈവം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പോർമുഖങ്ങൾ തരുന്നത് ഏറ്റവും ശക്തരായ പോരാളിക്കാണ്. 12 പേരിൽ ജോസഫിനാണ് പൊട്ടക്കിണറ്റിലും ചന്തസ്ഥലത്തും കാരാഗ്രഹത്തിലും നിൽക്കേണ്ടി വന്നത്. വെറും ഇടയനായ ദാവീദിനാണ് ഗോലിയാത്തിനെ നേരിടേണ്ടി വന്നത്. പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ, പീഡനങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഓർക്കുക, ദൈവം ഏറെ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തനായ ഒരു പോരാളിയാണ് നീ എന്നത്. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.